തൈറോയിഡിൽ ഞാൻ പറഞ്ഞല്ലോ. ഫസ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ലാബ് റിപ്പോർട്ട് കറക്റ്റ് ചെയ്യൽ മാത്രമേ നടക്കുന്നുള്ളൂ. തൈറോയ്ഡ് ഹോർമോണിന്റെ ഡെഫിഷ്യൻസി കറക്റ്റ് ചെയ്യാൻ മാത്രമേ നടക്കുന്നുള്ളൂ. നമ്മൾ ഈ സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ് ആയിട്ട് വരുമ്പോൾ. അത് ഡോക്ടർമാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഡോക്ടറിന് മരുന്ന് കൊടുക്കാനല്ലേ പറ്റുള്ളൂ. ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാൻ പറയാം. വെയിറ്റ് കുറയ്ക്കണമെന്ന് പറയും. പക്ഷേ പേഷ്യന്റ് വേണം അത് ചെയ്യാനായിട്ട്. പിന്നെ പലപ്പോഴും ഡോക്ടേഴ്സിന് ജനറലി ഇപ്പോൾ ഒരു എൻഡോക്രൈനോളജിസ്റ്റ് ഒന്നും എങ്ങനെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യണം, അവരുടെ ലൈഫ് സ്റ്റൈൽ മോണിറ്റർ ചെയ്ത് കൊടുക്കാനോ ഒന്നും അവർക്ക് അതിനുള്ള ഒരു സെറ്റപ്പിലല്ല അവിടെ വർക്ക് ചെയ്യുന്നത്. അതിന് ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ഓറിയന്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സിന് മാത്രമേ അങ്ങനത്തെ ഡയറക്ഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഇപ്പം ഞാനൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു 100 പേരുടെ തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 5% ഒക്കെ അബ്നോർമൽ വരികയും ഈ ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ് ഡയഗ്നോസ് വരിക. പക്ഷേ ഇന്ന് വരുമ്പോൾ തന്നെ ഒരു 50% കൂടുതൽ പേഷ്യൻസ് ഓൾറെഡി ഓൺ തൈറോയിഡിലായിരിക്കും വരുന്നത്. തൈറോയിഡിന് മരുന്നെടുത്ത് തൈറോക്സിൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അതല്ലെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പം ഒരു 80 എക്സാക്ട് പെർസെൻറ്റേജ് എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഒരു ഹ്യൂജ് പെർസെൻറ്റേജ് തൈറോയ്ഡ് പ്രോബ്ലം ഉള്ളവരാണ്. അപ്പം അതുപോലെ തന്നെ ഈ എക്സസ് ഇൻസുലിൻ ഉള്ളവരുമാണ്. അപ്പം ഇൻസുലിൻ ഡയബറ്റിസും PCOSും തൈറോയ്ഡും ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസും എല്ലാം ഒരേ ഒരേ മെറ്റബോളിക് പ്രോസസ്സിനകത്ത് വരുന്ന ഡീവിയേഷനാണ്. അതുപോലെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ വരുന്ന ഡീവിയേഷനാണ്. ഹോർമോൺ സിസ്റ്റത്തിൽ വരുന്ന ഡീവിയേഷനാണ്. അപ്പം ഇതിനെയെല്ലാം നമുക്ക് ഒന്നിച്ച് തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാൻ വില്ലിങ് ആവുകയാണെങ്കിൽ. അതാണ് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും കൂടെയാണ് ഞാൻ പറയുന്നത്. ബട്ട് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് വരുമ്പം തൈറോയ്ഡ് ഉള്ള ആൾക്ക് കുറെ കാലമായിട്ടും പലരും ഹാർട്ട് അറ്റാക്കും ഈ ഹാർട്ടിന് ബ്ലോക്കും ഒക്കെ ആയിട്ടും ആൻജിയോപ്ലാസ്റ്റിയോ അല്ലെങ്കിൽ ബൈപ്പാസോ ഒക്കെ പറഞ്ഞു കഴിയുമ്പോഴായിരിക്കും വരുന്നത്. ഇവർക്ക് തൈറോയിഡും കാണും, ഡയബറ്റീസും കാണും, കൊളസ്ട്രോൾ കൂടുതലുണ്ടാവും. ഇതെല്ലാം നമ്മളുടെ മെറ്റബോളിസത്തിൽ വരുന്ന പ്രോബ്ലംസ് ആണ്. അത് നമ്മൾ കറക്റ്റായിട്ട് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം ഓരോന്നോരോന്നായിട്ട് മരുന്നുകൾ കുറച്ചുകൊണ്ട് വരാൻ പറ്റും. ഡയബറ്റീസിൻ്റെ നമുക്ക് ടൈപ്പ് 2 ഡയബറ്റീസ് ആണെങ്കിൽ ആദ്യമേ തന്നെ നിർത്താൻ പറ്റും. പിന്നെ തൈറോയിഡിൻ്റെ ഫംഗ്ഷൻ ശരിയായി വരുന്നതനുസരിച്ച് നമുക്ക് തൈറോയ്ഡ് കുറയ്ക്കാം. ഈവൻ നമുക്ക് കാണാം ഈ ATG, TPO ഒക്കെ പോലെയുള്ള ഓട്ടോ ഇമ്മ്യൂൺ ആൻറ്റിബോഡീസ് കുറഞ്ഞു വരും. ഈ PCOSലാണെങ്കിൽ LH കുറഞ്ഞു വരും. പീരിയഡ്സ് നിൽക്കുക മാത്രമല്ല, നമ്മൾ സാധാരണ PCOSൽ എന്താ ചെയ്യുന്നത്? ഹോർമോൺസ് കൊടുത്തിട്ട് ഓറൽ കോൺട്രാസെപ്റ്റീവ്സോ അല്ലെങ്കിൽ യൂഷ്വലി ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് പോലെയുള്ള അല്ലെങ്കിൽ പ്രൊജസ്ട്രോൺ കൊടുത്ത് പീരിയഡ്സ് കറക്റ്റ് ആക്കുകയുള്ളൂ. അത് സിംപ്റ്റമാറ്റിക് റിലീഫ് അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റിൻ്റെ വാല്യൂ കറക്ഷൻ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ റിയൽ ആയിട്ടുള്ള അതിൻ്റെ റൂട്ട് കോസ് കറക്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഈ ഡിസീസ് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കും. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.